നമസ്കാരം. ഈ ഡ്രമ്മിൽ കാണുന്ന ചെറിയൊരു മാവ്, ഇത് തായ്ലൻഡിൻ്റെ ഓൾ സീസൺ മാവാണ്. 2.5 വർഷം പഴക്കമുള്ളൊരു മാവിൻ്റെ തൈയാണിത്. നിങ്ങൾക്ക് അറിയാം, നോക്കിയാൽ അറിയാം, ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ നിറയെ പൂക്കളും കാണുന്നുണ്ട്. ഏതാണ്ട് 32ഓളം പൂങ്കുലകൾ ഈ ഒരു ചെറിയ മാവിൻ്റെ തൈയിലുണ്ട്. ഇത് കഴിഞ്ഞ വർഷവും പൂത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ കായ് ആയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ പ്രാവശ്യം ഇത് കായ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഡ്രമ്മിലും ചട്ടിയിലൊക്കെ നടാൻ പറ്റിയ ഒരു ഇനം മാവിൻ്റെ തൈയാണ് തായ്ലൻഡിൻ്റെ ഓൾ സീസൺ മാംഗോ. ഇത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നന്നായിട്ട് പൂക്കുകയൊക്കെ ചെയ്യും. നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് പൂക്കും. ഇതിൻ്റെ അധികം വലിപ്പം വെക്കാതെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. നമുക്ക് വീട്ടിൽ എല്ലാ സമയത്തും മാമ്പഴം എത്രമാത്രം ടേസ്റ്റി ആണെന്നോ ഒന്നും അറിയില്ല. അതൊക്കെ നമുക്ക് ഇപ്രാവശ്യം മാങ്ങ ഉണ്ടായാലും നമുക്ക് അത് നേരിട്ട് തന്നെ അറിയാം. ആരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലെ മാവ്, ഈ തായ്ലൻഡിൻ്റെ ഓൾ സീസൺ മാവ് പൂത്ത് കായ്കളുണ്ടായി അതിൻ്റെ മാമ്പഴം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇത് കൊള്ളാമോ, അത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ചെറിയ ഡ്രമ്മാണ്, വലിയ ഡ്രമ്മല്ല. അപ്പുറമൊക്കെ നിങ്ങൾക്ക് വലിയ ഡ്രമ്മിൽ നട്ടത് കാണാം. ഇത് ചെറിയ ഡ്രമ്മാണ്, 100 ലിറ്ററിൻ്റെ ചെറിയ ഡ്രമ്മാണ്. ആ ഡ്രമ്മിലാണ് ഈ ഒരു മാവുള്ളത്. ആ മാവ് അത് കടവണ്ണം വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഗ്രോത്ത് റേറ്റ് വളരെ കുറവാണ്. ചെറിയ വളർച്ചയേ ഉണ്ടാവുള്ളൂ. നമുക്ക് സ്ഥലപരിമിതിയുള്ള ആളുകൾക്ക് നമുക്ക് ഡ്രമ്മിലൊക്കെ നടാൻ പറ്റിയ ഒരു ഇനം മാവാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ മാങ്ങയുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും എല്ലാ സീസണിലും ഇത് ഫ്ലവർ ചെയ്യുന്നുണ്ട്, പൂക്കുമായിരിക്കും. കാരണം നമ്മുടെ അത് ചെറിയ ചെടി ആയതുകൊണ്ട് ഞാൻ ആ പൂങ്കുല കുറേയൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്രാവശ്യം ഈ പൂങ്കുലയൊക്കെ ഞാൻ നിർത്തുന്നുണ്ട്, കാരണം കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ മാവ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇപ്രാവശ്യം ഇതിൻ്റെ മാങ്ങ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. മറ്റൊരു പ്രധാന കാര്യം, ഇത് നല്ല വെയിൽ ലഭിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു മാവ് നമ്മൾ വെച്ചിട്ടുള്ള ഡ്രം ഇതേപോലെ വെച്ചിട്ടുള്ളത്. നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ജലസേചനം നൽകിയിട്ടുള്ളത്. നമ്മൾ ഉച്ച സമയത്തൊക്കെ അല്പം നനച്ചു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള മാവുകൾക്കൊക്കെ നല്ലതാണ്. കാരണം പകൽ സമയത്താണ് മിക്ക ആളുകളും വൈകുന്നേരം രാവിലെയൊക്കെയാണ് നനയ്ക്കാറുള്ളത്. ജലവും അതുപോലെ ലവണങ്ങളും ആവശ്യമായി വരുന്നത് സാധാരണ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്താൻ വേണ്ടിയിട്ടാണ്, അതായത് ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സാധാരണ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്താണ് ഇതിന് വെള്ളവും ബാക്കിയുള്ള ലവണങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പകൽ സമയത്താണ് നനയ്ക്കാറുള്ളത് മാവിനെ. പകൽ 1 നേരമോ 2 നേരമോ നനയ്ക്കും. മറ്റൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വളപ്രയോഗമാണ്. നിങ്ങൾ സാധാരണ ജൈവവളമാണ് ഉപയോഗിക്കുക. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത് 4ഉം കൂടി പുളിപ്പിച്ചതിന് ശേഷം ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഏതാണ്ട് ഒരു മാസത്തിൽ 1 പ്രാവശ്യമൊക്കെയാണ് നമ്മൾ വളപ്രയോഗം നടത്താറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അറിവുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.